മലയാള ചലച്ചിത്രം. മലയാള സിനിമയിലെ ചില PSC ചോദ്യങ്ങൾ. മലയാള സിനിമയുടെ പിതാവ്. ജോസഫ് ചെല്ലയ്യ ഡാനിയേൽ എന്ന JC ഡാനിയേൽ. മലയാളത്തിലെ ആദ്യത്തെ സിനിമ വിഗതകുമാരൻ എന്ന നിശബ്ദ ചിത്രമാണ്. 1928. വിഗതകുമാരൻ്റെ ആദ്യ പ്രദർശനം എവിടെയായിരുന്നു നടന്നത്? തിരുവനന്തപുരത്തെ ക്യാപിറ്റോൾ സിനിമാ ഹാളിൽ 1928 നവംബർ 7-ന്. വിഗതകുമാരൻ എന്ന ചിത്രത്തിൻ്റെ രചന, സംവിധാനം, നിർമ്മാണം എന്നിവ നിർവഹിച്ചതും ചിത്രത്തിൻ്റെ നായകവേഷത്തിൽ അഭിനയിച്ചതും ഒരാളാണ്. JC ഡാനിയേൽ. വിഗതകുമാരൻ എന്ന ചിത്രത്തിലെ നായകൻ്റെ ചെറുപ്പകാലം അഭിനയിച്ചത് JC ഡാനിയേലിൻ്റെ മകൻ സുന്ദർ രാജ്. വിഗതകുമാരനിലെ നായികാ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് PK റോസി. മലയാളത്തിലെ ആദ്യ നായികയായി കണക്കാക്കുന്നത് PK റോസിയെയാണ്. മലയാള ചലച്ചിത്ര മേഖലയിൽ സമഗ്ര സംഭാവനകൾ നൽകുന്നവർക്കായി സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയ പുരസ്കാരം ആരുടെ പേരിലാണ്? JC ഡാനിയേലിൻ്റെ പേരിൽ. JC ഡാനിയേൽ പ്രഥമ പുരസ്കാരം ലഭിച്ചത് TE വാസുദേവൻ. JC ഡാനിയേലിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി പുറത്തിറങ്ങിയ ചിത്രം ഏത്? അതിൻ്റെ സംവിധായകൻ ആര്? സെല്ലുലോയിഡാണ് ചിത്രം. സംവിധായകൻ കമൽ. മലയാളത്തിലെ ആദ്യത്തെ ശബ്ദചിത്രം ബാലൻ 1938 പുറത്തിറങ്ങി. ബാലനിലെ ആദ്യ സംഭാഷണം ഉച്ചരിച്ചത് ഏത് നടൻ? ആലപ്പി വിൻസെൻ്റ്. ബാലൻ എന്ന സിനിമയുടെ സംവിധായകൻ S നൊട്ടാണി. പാഴ്സി വംശജനായ ഷൈവാക്രാം തേജ്കാന്ത് നൊട്ടാണി. ബാലൻ എന്ന സിനിമയുടെ തിരക്കഥ രചിച്ചത് മുതുകുളം രാഘവൻ പിള്ള. ബാലൻ എന്ന സിനിമയുടെ തിരക്കഥ ഏതു ചെറുകഥ ആസ്പദമാക്കിയാണ് രചിക്കപ്പെട്ടത്? A സുന്ദരത്തിൻ്റെ വിധിയും മിസിസ് നായരും. മലയാളത്തിലെ ആദ്യത്തെ കളർ ചിത്രം ഏത്? കണ്ടം വെച്ച കോട്ട് 1961. മലയാളി നിർമ്മിച്ച ആദ്യ മലയാള സിനിമ നിർമ്മല 1948. നിർമ്മലയുടെ നിർമ്മാതാവ് PJ ചെറിയാൻ. മലയാളക്കരയിൽ ആദ്യമായി ചിത്രീകരിച്ച ചിത്രം വെള്ളിനക്ഷത്രം 1949. വെള്ളിനക്ഷത്രം എന്ന സിനിമ ചിത്രീകരിച്ചത് ഏത് സ്റ്റുഡിയോയിൽ? ഉദയ സ്റ്റുഡിയോ. കേരളത്തിലെ ആദ്യത്തെ സിനിമാ നിർമ്മാണ സ്റ്റുഡിയോ ഉദയ സ്റ്റുഡിയോ, ആലപ്പുഴ ജില്ല. മലയാള സിനിമയിൽ സാമൂഹിക പ്രസക്തിയുള്ള കഥകൾക്ക് തുടക്കമിട്ട സിനിമ നീലക്കുയിൽ 1954. മികച്ച ചിത്രത്തിനുള്ള രാഷ്ട്രപതിയുടെ വെള്ളി മെഡൽ നേടിയ ആദ്യ മലയാള ചിത്രമാണ് നീലക്കുയിൽ. നീലക്കുയിൽ എന്ന ചിത്രത്തിൻ്റെ കഥ, തിരക്കഥ, സംഭാഷണം എന്നിവ നിർവഹിച്ചത് ഒരു പ്രസിദ്ധ സാഹിത്യകാരനാണ്. ഉറൂബ്. മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ ആദ്യ മലയാളി താരം ശാരദ. തുലാഭാരം 1968. പത്മശ്രീ നേടിയ ആദ്യ മലയാള നടൻ തിക്കുറിശ്ശി സുകുമാരൻ നായർ 1973. ആദ്യമായി കേരളത്തിൽ കൈക്കൊണ്ട് പ്രവർത്തിപ്പിക്കുന്ന പ്രൊജക്ടറോടു കൂടിയുള്ള സിനിമാ കൊട്ടക നിർമ്മിച്ചത് ആര്? ജോസ് കാട്ടൂക്കാരൻ, തൃശ്ശൂരിൽ 1907. ഏത് സിനിമയിലാണ് ആദ്യമായി പാട്ടുകൾ സ്ഥാനം പിടിച്ചത്? ആരാണ് ആ പാട്ടുകൾ എഴുതിയത്? നിർമ്മല എന്ന സിനിമയിൽ G ശങ്കരക്കുറുപ്പ്. ആദ്യമായി മലയാളത്തിൽ ഏറ്റവും നല്ല സിനിമയ്ക്കുള്ള ദേശീയ പുരസ്കാരം നേടിക്കൊടുത്ത സിനിമ ചെമ്മീൻ. സംവിധാനം രാമു കാര്യാട്ട്. മികച്ച നടനുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് ഭരത് അവാർഡ് നേടിയ ആദ്യ മലയാള നടൻ PJ ആൻ്റണി. നിർമ്മാല്യം 1974. ഭരത് അവാർഡ് നേടിയ രണ്ടാമത്തെ മലയാളി ഭരത് ഗോപി. കൊടിയേറ്റം 1977. നിർമ്മാല്യം എന്ന ചിത്രത്തിൻ്റെ സംവിധായകൻ MT വാസുദേവൻ നായർ. മലയാളത്തിലെ ആദ്യത്തെ സിനിമാസ്കോപ്പ് ചിത്രം തച്ചോളി അമ്പു 1978. അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയിൽ ഏറ്റവും കൂടുതൽ അംഗീകാരങ്ങൾ നേടിയ മലയാള ചിത്രം എലിപ്പത്തായം. സംവിധാനം അടൂർ ഗോപാലകൃഷ്ണൻ. ബ്രിട്ടീഷ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ 1982 ഏറ്റവും മികച്ച ഭാവനാത്മക ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രം എലിപ്പത്തായം. മലയാളത്തിലെ ആദ്യ 70 mm ചിത്രം പടയോട്ടം 1982. അലക്സാണ്ടർ ഡ്യൂമാസിൻ്റെ ദ
കൗണ്ട് ഓഫ് മോണ്ടി ക്രിസ്റ്റോ എന്ന നോവലിൻ്റെ മലയാള ആവിഷ്കാരമായ ചലച്ചിത്രമാണ് പടയോട്ടം. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ 3D സിനിമയാണ് മൈ ഡിയർ കുട്ടിച്ചാത്തൻ 1984. ഓസ്കാർ പുരസ്കാരത്തിന് നിർദ്ദേശിക്കപ്പെട്ട ആദ്യ മലയാള ചിത്രമാണ് ഗുരു 1997. മലയാളത്തിൽ ആദ്യമായി 100 കോടി ക്ലബ്ബിൽ ഇടം പിടിച്ച ചിത്രം പുലിമുരുകൻ 2016. ഏറ്റവും കൂടുതൽ ദേശീയ സംസ്ഥാന അവാർഡുകൾ നേടിയ മലയാളി നടൻ മമ്മൂട്ടി. 2 ഭാഷകളിലെ അഭിനയത്തിന് മികച്ച നടനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടിയ മലയാളി നടനാണ് മമ്മൂട്ടി. ദേശീയ ചലച്ചിത്ര പുരസ്കാരം നിലവിൽ വന്നത് 1954. ഇന്ത്യയിൽ ചലച്ചിത്രങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ദാദാ സാഹേബ് ഫാൽക്കെ. ഇന്ത്യൻ ചലച്ചിത്രങ്ങൾക്ക് നൽകിയ സമഗ്ര സംഭാവനകളെ മാനിച്ച് ലൈഫ് ടൈം അച്ചീവ്മെൻ്റായി നൽകുന്ന പുരസ്കാരമാണ് ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ്. ഏത് വർഷം മുതലാണ് ഇന്ത്യ ഗവൺമെൻറ് ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് ഏർപ്പെടുത്തിയത്? 1969 മുതൽ. ഫാൽക്കെ അവാർഡ് നേടിയ ആദ്യത്തെ മലയാളി അടൂർ ഗോപാലകൃഷ്ണൻ 2004. ഫാൽക്കെ അവാർഡ് നേടിയ രണ്ടാമത്തെ മലയാളി മോഹൻലാൽ 2023. കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേള എവിടെയാണ് നടക്കുന്നത്? തിരുവനന്തപുരം. ഇപ്പോഴത്തെ കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ റസൂൽ പൂക്കുട്ടി. മലയാളത്തിലെ രണ്ടാമത്തെ നിശബ്ദ ചിത്രം ഏത്? മാർത്താണ്ഡവർമ്മ 1933. സിനിമയാക്കിയ ആദ്യ സാഹിത്യകൃതി CV രാമൻപിള്ള എഴുതിയ മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മയുടെ സംവിധായകൻ PV റാവു. കേരളത്തിലെ ആദ്യത്തെ ചലച്ചിത്ര കമ്പനി റോയൽ എക്സിബിറ്റേഴ്സ്. റോയൽ എക്സിബിറ്റേഴ്സ് എന്ന ചലച്ചിത്ര കമ്പനി സ്ഥാപിച്ചത് കാട്ടൂക്കാരൻ വാറുണ്ണി ജോസഫ്. കേരളത്തിലെ ചലച്ചിത്ര പ്രദർശന വ്യവസായത്തിൻ്റെ പിതാവായി അറിയപ്പെടുന്നത് കാട്ടൂക്കാരൻ വാറുണ്ണി ജോസഫ്. മികച്ച ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം വാങ്ങിയ രണ്ടാമത്തെ ചിത്രം സ്വയംവരം. സംവിധാനം അടൂർ ഗോപാലകൃഷ്ണൻ. മലയാളത്തിൽ നവതരംഗ സിനിമയുടെ തുടക്കം കുറിച്ച ചലച്ചിത്രം സ്വയംവരം. 1992 ലേക്കാർണോ അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയിൽ ഗോൾഡൻ ലെപ്പേഡ് അവാർഡിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട മലയാള ചലച്ചിത്രമാണ് പെരുന്തച്ചൻ. 1990 മികച്ച നവാഗത സംവിധായകനുള്ള ഇന്ദിരാഗാന്ധി അവാർഡ് നേടിയ സംവിധായകൻ അജയൻ. ചിത്രം പെരുന്തച്ചൻ 1990. സന്തോഷ് ശിവന് ഛായാഗ്രഹണത്തിനുള്ള ആദ്യത്തെ ദേശീയ അവാർഡ് നേടിക്കൊടുത്ത സിനിമ പെരുന്തച്ചൻ. മലയാളത്തിലെ ആദ്യ പുരാണ ചിത്രം പ്രഹ്ലാദ 1941. മികച്ച പുതുമുഖ സംവിധായകർക്ക് നൽകുന്ന ദേശീയ പുരസ്കാരത്തിൻ്റെ പേര് ഇന്ദിരാഗാന്ധി പുരസ്കാരം. ഇന്ദിരാഗാന്ധി പുരസ്കാരം ലഭിച്ച ആദ്യ മലയാള സംവിധായകൻ G. അരവിന്ദൻ. സിനിമ കുമ്മാട്ടി. ദേശീയോത്ഗ്രഥനത്തിന് മികച്ച സംഭാവന നൽകുന്ന ഫീച്ചർ ചിത്രങ്ങൾക്ക് ഭാരത സർക്കാർ നൽകുന്ന ദേശീയ ചലച്ചിത്ര പുരസ്കാരം നർഗീസ് ദത്ത് പുരസ്കാരം. നർഗീസ് ദത്ത് പുരസ്കാരം നേടിയ ആദ്യ മലയാള ചലച്ചിത്രം അച്ഛനും ബാപ്പയും 1972. പ്രേം നസീറിൻ്റെ ആദ്യ ചിത്രം ഏത്? മരുമകൾ 1952. സത്യൻ്റെ ആദ്യ ചിത്രം ആത്മസഖി 1952. ഇന്ത്യയിലെ ആദ്യത്തെ നിയോ റിയലിസ്റ്റിക് ചിത്രം മലയാളത്തിലാണ്. ഏതാണ് ചിത്രം? ന്യൂസ് പേപ്പർ ബോയ് 1955. ഇന്ത്യൻ സിനിമയിലെ ആദ്യത്തെ ഇറോട്ടിക് സൈക്കോ ത്രില്ലർ ഏതായിരുന്നു? ഏത് വർഷം? പുനർജന്മം 1972. കേരളത്തിലെ ആദ്യ ഫിലിം സൊസൈറ്റി ആരായിരുന്നു അതിൻ്റെ പ്രധാന സംഘാടകൻ? ചിത്രലേഖ ഫിലിം സൊസൈറ്റി അടൂർ ഗോപാലകൃഷ്ണൻ. കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ക്യാമറ ഡി ഓർ പുരസ്കാരം നേടിയ ആദ്യ മലയാള ചിത്രം പിറവി. സംവിധാനം ഷാജി N. കരുൺ 1989. ഏറ്റവും അധികം ഭാഷകളിൽ റീമേക്ക് ചെയ്ത മലയാള ചിത്രം മണിച്ചിത്രത്താഴ്. മലയാളത്തിലെ ആദ്യ ഡോൾബി സ്റ്റീരിയോ ചിത്രം കാലാപാനി 1996. ഡോൾബി ഡിജിറ്റൽ ശബ്ദം ഉൾപ്പെടുത്തിയ ആദ്യ മലയാള ചിത്രം ഇന്ദ്രപ്രസ്ഥം 1996. ഒരേ ഒരു നടൻ മാത്രമുള്ള ലോകത്തിലെ ആദ്യത്തെ ചിത്രം ഏത് നടൻ ആര്?
ദി ഗാർഡ്, കലാഭവൻ മണി. നെറ്റ്ഫ്ലിക്സിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട ഇംഗ്ലീഷ് ഇതര ചിത്രം മിന്നൽ മുരളി. ദക്ഷിണ കൊറിയയിൽ റിലീസ് ചെയ്ത ആദ്യ മലയാള ചിത്രം മാർക്കോ. ഇന്ത്യയിലെ ആദ്യത്തെ ആനിമേഷൻ ഹൈബ്രിഡ് ചിത്രം ഓ ഷാബി. മലയാള സിനിമയിലെ ആദ്യ പിന്നണി ഗായിക വിമല ബി വർമ്മ. ഒരു നടൻ ഇരട്ടവേഷത്തിൽ അഭിനയിക്കുന്ന ആദ്യ മലയാള ചിത്രം ഏത് നടൻ? പൂത്താലി ടി കെ ബാലചന്ദ്രൻ. മലയാളത്തിൽ അവതരിപ്പിച്ച ആദ്യത്തെ പ്രേതകഥ ഭാർഗവി നിലയം. അന്യഭാഷകളിൽ മൊഴിമാറ്റപ്പെടുന്ന ആദ്യ മലയാള ചിത്രം ജീവിത നൗക. ഡിജിറ്റൽ ഫോർമാറ്റിൽ നിർമ്മിച്ച മലയാളത്തിലെ ആദ്യത്തെ ചലച്ചിത്രം മൂന്നാമതൊരാൾ. മികച്ച ഗായികയ്ക്കുള്ള ദേശീയ അവാർഡ് നേടിയ ആദ്യ മലയാള പിന്നണി ഗായിക എസ് ജാനകി. ചിത്രം ഓപ്പോൾ. ഏറ്റവും കൂടുതൽ തവണ മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് നേടിയ ഗായിക KS ചിത്ര. ഏറ്റവും കൂടുതൽ സിനിമയിൽ നായികാനായകന്മാരായി അഭിനയിച്ചതിന് ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ സ്ഥാനം നേടിയ ജോഡി പ്രേം നസീർ ഷീല. നടി ശാരദയുടെ യഥാർത്ഥ പേര് സരസ്വതി ദേവി. മലയാള സിനിമയിലെ ആദ്യ സൂപ്പർ ഹിറ്റ് ചിത്രമായി കരുതപ്പെടുന്നത് ജീവിത നൗക. മികച്ച ഗായകനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ഏറ്റവും കൂടുതൽ തവണ ലഭിച്ചത് യേശുദാസ് 8 തവണ. ചെമ്മീൻ എന്ന സിനിമയുടെ തിരക്കഥാകൃത്ത് എസ് ലാൽ പുരം സദാനന്ദൻ. കേരള ചലച്ചിത്ര അക്കാദമി തുടങ്ങിയത് ഏത് വർഷം? 1998. കേരള ചലച്ചിത്ര അക്കാദമിയുടെ ആദ്യ ചെയർമാൻ ഷാജി N കരുൺ. പേർഷ്യൻ മഹാകവിയായ നിസാമിയുടെ മൂലകഥ ആസ്പദമാക്കിയെടുത്ത അനശ്വര പ്രേമ സിനിമ ലൈല മജ്നു. 2018 കേരളത്തിലുണ്ടായ പ്രളയം ആസ്പദമാക്കി നിർമ്മിച്ച മലയാള ചലച്ചിത്രം 2018 എവരിവൺ ഈസ് എ ഹീറോ. കേരളത്തിൽ മന്ത്രിയായ ആദ്യ ചലച്ചിത്ര താരം ഗണേഷ് കുമാർ. ഗാനരചനയ്ക്ക് ദേശീയ അവാർഡ് നേടിയ ആദ്യ മലയാളി വയലാർ രാമവർമ്മ. 1972. ഭാനു പ്രകാശ് രചിച്ച ഹോളി ആക്ടർ എന്ന ഗ്രന്ഥം ഏത് നടനെ കുറിച്ചാണ്? മുരളി. മലയാളത്തിലെയും അന്യഭാഷാ ചിത്രത്തിലെയും അഭിനയത്തിന് 2 തവണ ദേശീയ പുരസ്കാരം നേടിയ മലയാള നടി ശോഭന. ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി തിയേറ്ററിൽ പ്രദർശിപ്പിച്ച മലയാള സിനിമ ഗോഡ്ഫാദർ. 404 ദിവസം.